എണ്ണ നന്നായി താന്നിട്ടേ കുളിക്കാവൂ. തല തണുക്കണം. നിന്റെ കെട്ടിയോട് വ്യാക്കൂണ് തീർക്കാൻ എന്റെ മാപ്പിള എത്ര ലിറ്റർ പെട്രോളാ കത്തിച്ചെന്നറിയാമോ? അതെന്തിനാ ചേച്ചി? ഇന്നലെ പാതിരാത്രിക്ക് സാന്ദ്രയ്ക്ക് പച്ചമാങ്ങ തിന്നണമെന്ന് അമ്മച്ചി വിളിച്ചു പറഞ്ഞു. ഈ സീസണിൽ പച്ചമാങ്ങയ്ക്ക് എവിടെ പോവാനാ? പിന്നെ എന്റെ കെട്ടിയോൻ കട്ടപ്പനലോ കുമിളിലോ പോയി പൊന്നും വില കൊടുത്ത് വാങ്ങിയതാ ഇത്. അത് പോട്ടെ, എന്റെ ഏലിക്കുട്ടി ചേച്ചി, അമ്മച്ചി എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്താണെന്നോ? എനിക്ക് ടിന്റുമോളെ വയറ്റിലുണ്ടായിരുന്നപ്പോ തന്നൊരു ലേഹിയില്ലേ, എന്താടി എന്റെ പേര്? കർത്താവേ, അതോ? സാന്ദ്രേ, കഴിക്കല്ലേ, അതാലോചിക്കുമ്പോഴേ എനിക്ക് ഛർദിക്കാൻ വരുവാ. നീ ഹോസ്പിറ്റലിൽ പോകാൻ റെഡിയാവാ. പോണം. എന്നെ നിങ്ങളിപ്പോ ഭയക്കുന്നുണ്ടല്ലേ? ഹോസ്പിറ്റലിൽ പോണെന്ന് എന്ത് അവകാശത്തിലാ പറയുന്നത്? 2 മാസം കൂടെയല്ലേ ബാക്കിയുള്ളൂ. അതുവരെ ഒന്നിനും ഇതൊരു തടസ്സമാവില്ല. 7ാം മാസം വരെ സെക്ഷൽ റിലേഷന് പ്രഗ്നൻസി ഒരു പ്രശ്നമാവില്ലെന്ന് ഇവിടെ ഒരു മാഗസിനിൽ വായിച്ചു. ആദ്യ കുർബാന കൈകൊണ്ടിട്ടുള്ള സത്യക്രിസ്ത്യാനികള് അബോഷനെ കുറിച്ച് ചിന്തിക്കുന്ന പോലും മഹാപാവാ. ആ പിന്നെ അയ്യർ സാർ വിളിച്ചിരുന്നു. സണ്ണിച്ചൻ വന്ന് അങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞു. ഹലോ. ആ ഞാനാ സണ്ണി. തന്നെ അത്യാവശ്യമായിട്ട് വിളിച്ചെന്ന് പറഞ്ഞു. സാർ മുഹമ്മദ് അലി. ഓ, മുഹമ്മദ് അലി. തനിക്കിത് മാത്രമേ പറയാനുള്ളോ? അവൻ ജയിലിലായിരുന്നപ്പോ തന്നെ സാറിനെയും സാന്ദ്രയെയും തിരക്കി അവന്റെ ആൾക്കാർ ഇവിടെ ഒന്ന് കുഴപ്പമുണ്ടാക്കി. ഇനിയിപ്പോ മുഹമ്മദ് അലി ഒന്നുമില്ല. താൻ സാന്ദ്രയുടെ വീട് വരെ പോണം. അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഉടനെ എന്നെ വിളിച്ചറിയിക്കണം. ഓ ശരി സാർ. എന്താ? എന്തു പറ്റി? ഇന്നലെ ഈവനിങ്ങിൽ കുറച്ച് ആൾക്കാർ ഇവിടെ വന്നു. ചേച്ചി എവിടെയും ചോദിച്ച് ബഹളം ഉണ്ടാക്കി. ആ മുഹമ്മദ് അലിയുടെ ആൾക്കാരും തോന്നുന്നു. ആ ഷോക്കിലാണ് അമ്മയ്ക്ക്. ഇത്ര സീരിയസ് ആയിട്ട് വെറുതെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ലേ? രാത്രിയിലെ ഇത്രയും കൂടുതലായത്. ആരും ഹെൽപ്പ് ചെയ്യാനില്ലാതെ ഞങ്ങൾ തനിച്ച് എന്ത് ചെയ്യാനാ? എന്തെങ്കിലും ആവശ്യമുണ്ടായാലും എന്നെ അറിയിക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ? ശരി, ഞാൻ ഹോസ്പിറ്റലിലേക്ക് വിളിക്കാം. അവളെവിടെ? അലീന എന്നെ ജയിലിലാക്കിയിട്ട് സാന്ദ്ര എന്ന് പറഞ്ഞ് അവന്റെ കൂടെ ഒളിച്ചോടി പോയില്ലേ? അത് ഞാൻ അറിഞ്ഞു. ഇപ്പൊ എനിക്ക് വേണ്ടത് അവളെയല്ല, അവളുടെ അനിയത്തി സുകന്യയെ. അവളെവിടെ? സുകന്യ മമ്മിയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിരിക്കുക. ഏത് ഹോസ്പിറ്റൽ? അറിയില്ല. കണ്ടുപിടിച്ചോളാം. പാപ്പച്ചയ, സംഗതി സീരിയസാ. ഇപ്പൊ സസ്പെൻഷനാ. കേസ് ഇങ്ങനെ പോയാ എന്റെ തൊപ്പി തെറിക്കും. താൻ കിടന്ന് കഴിവേറാതെ. സസ്പെൻഷൻ അല്ലേ? ആ വകുപ്പ് മന്ത്രി ഡൽഹിയിൽ നിന്ന് വന്നോട്ടെ, നമുക്ക് ഊരാടോ. മന്ത്രിയുടെ ഒക്കെ കൈവിട്ടുപോയി അച്ചായോ. ഇനിയിപ്പോ ഒരു വഴിയേ ഉള്ളൂ. ആ പൈലെ നമുക്കൊന്ന് കയ്യിലെടുക്കാൻ പറ്റുമോ? അവന്റെ മൊഴി പോലിരിക്കും ഇനി എന്റെ കാര്യങ്ങൾ. പത്മനാഭ
പത്മനാഭന്റെ മുദ്രയുള്ള തൊപ്പി നിന്റെ തലയെ നൂരിക്കുന്ന ദിവസം നിന്നോട് കണക്ക് തീർക്കുമെന്ന് ഞാൻ പറഞ്ഞു ഓർമ്മയുണ്ടോ? ഇപ്പൊ നിനക്ക് സസ്പെൻഷനാണ്, അടുത്തത് ഡിസ്മിസലാണ്. സർവീസിൽ നിന്നല്ല, ഈ ലോകത്തു തന്നെ. ഓർത്തോ? മോളെവിടെ? പള്ളിയിൽ പോയി പ്രാർത്ഥിക്കണം. തിരക്ക് പിടിച്ച് വരാൻ ശ്രമിക്കണ്ട. എത്ര ശ്രമിച്ചാലും ഫ്യൂണറൽ എത്താൻ കഴിയില്ലല്ലോ. 4 o'clock ഫ്യൂണറൽ ഫിക്സ് ചെയ്തിരിക്കുന്നത്. മരിക്കാൻ നേരവും മോളെ അന്വേഷിച്ചു. എന്താ? എനിക്കൊന്ന് പള്ളി പോണം. ഇപ്പൊ പോണ്ട. ഞാൻ ഉടനെ മടങ്ങി വരാം. വേണ്ട, പോണ്ടെന്ന് പറഞ്ഞാ പോണ്ട, അത്ര തന്നെ. എനിക്ക് പോണം, പോയേ പറ്റൂ. പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് നീ വലിയ പുണ്യാളത്തിൽ നാമം പോകുന്നില്ല. പള്ളിയിൽ പോണം. ഹലോ, സണ്ണി സാറല്ലേ? ഞാൻ അയ്യരാ. സാന്ദ്രയുടെ അമ്മ ഇന്ന് കാലത്ത് മരിച്ചു. സാന്ദ്ര പറഞ്ഞില്ലേ? ഇല്ല. ഞാൻ കുറച്ചു മുമ്പ് വിളിച്ച് പറഞ്ഞതാ. വൈകിട്ട് 4 o'clock ഫ്യൂണറൽ. വരാൻ ശ്രമിക്കണ്ടെന്ന് ഞാൻ സാന്ദ്രയോട് പറഞ്ഞതാ. അവിടെ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാനും ഞാൻ പറഞ്ഞു. താനവിടെ ഉണ്ടാകണം. അവർക്ക് പണത്തിന് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കൊടുത്തേക്കണം. മുഹമ്മദ് അലി വന്ന് പ്രശ്നം ഉണ്ടാക്കിയപ്പോഴാ മമ്മയ്ക്ക് അസുഖം കൂടിയത്. സാന്ദ്രയെ കിട്ടിയില്ലെങ്കിൽ അവിടെ അനിയത്തെ കൊണ്ടുപോകുന്ന അവർ പറയുന്നത്. താന് ഇപ്പൊ തന്നെ പോകണം. സുകന്യെ സേഫായ ഒരു സ്ഥലത്തേക്ക് മാറ്റ. ഓ, ഊണെടുത്ത് വെച്ചിട്ടുണ്ട്, തണുത്ത് കാണും. അമ്മച്ചി അടുത്ത വീട്ടിൽ ആരെയോ കാണാൻ പോയിരിക്കുക. അയ്യര് വിളിച്ചിരുന്നു. സോറി സാന്ദ്ര, ഞാനറിയാതെ. മാപ്പ്, എല്ലാറ്റിനും മാപ്പ്. അയ്യോ, എന്താ ഇത്? മാപ്പ് പറയേണ്ടത് ഞാനല്ലേ? വെറും വാടകയ്ക്ക് വന്നൊരു പെണ്ണാണെന്ന് പലപ്പോഴും ഞാൻ മറക്കുന്നു. സണ്ണിച്ചനിടയ്ക്കൊക്കെ ഓർമ്മിപ്പിക്കാറുണ്ടെങ്കിലും. മരിച്ച അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയ സാന്ദ്ര ഞാൻ. സോറി. സാന്ദ്ര, സാന്ദ്ര, ഐ ആം സോറി. ഞാൻ പോയിക്കോട്ടെ സർ. മരിക്കും മുമ്പ് എന്റെ മമ്മയൊന്ന് കാണാൻ എനിക്ക് കഴിഞ്ഞില്ല. എന്റെ അനിയത്തി, പപ്പ, അവരൊക്കെ എനിക്കൊന്ന് കാണണം. സാറിന് വേണ്ടാത്ത എന്റെ കുഞ്ഞിനെ ഞാനും വേണ്ടെന്ന് വെച്ചോളാം. എന്നെ പോകാൻ അനുവദിച്ചാ മതി. സാന്ദ്ര, നീ എങ്ങും പോവില്ല. നിന്റെ വയറ്റി വളരുന്ന കുഞ്ഞ് പാലോ മറ്റത്തെ സണ്ണിച്ചന്റെ കുഞ്ഞായിട്ട് വളരും. മരിച്ചുപോയ അമ്മച്ചിക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവാം.